സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആധാരം പണയം വെച്ച് ഭവന വായ്പയെടുത്ത ആൾക്ക് ലോൺ ക്ലോസ് ചെയ്തപ്പോൾ ബാങ്ക് അധികൃതർ മടക്കി നൽകിയത് നനഞ്ഞു കുതിർന്ന ഉപയോഗശൂന്യമായ ആധാരം. വെള്ളത്തിൽ വീണ ആധാരം നശിച്ചുവെന്ന വിശദീകരണം മാത്രമാണ് സ്വകാര്യ ധനമിടപാട് സ്ഥാപന അധികൃതർ നൽകുന്നത്. ഇതോടുകൂടി ക്യാൻസർ രോഗിയായ അമ്മയും 2 കുട്ടികളും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ കൂലിവേലക്കാരനായ ഗൃഹനാഥൻ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. നെടുങ്കണ്ടം കരുണാപുരം കട്ടേക്കാനം രേവതി നിവാസ് അനിൽകുമാറാണ് 2018 കട്ടപ്പനയിലെ മഹീന്ദ്ര ഹോം ലോൺസിൽ നിന്നും 2.5 ലക്ഷം രൂപ വായ്പ എടുത്തത്. തവണകൾ അടയ്ക്കുകയും കഴിഞ്ഞ മാസം 25-ന് ബാക്കി തുക ഒരുമിച്ചടച്ച് ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തു. 2.5 ലക്ഷം രൂപ ലോൺ എടുത്ത അനിൽ 5 ലക്ഷം രൂപയോളം തിരിച്ചടച്ചാണ് ലോൺ ക്ലോസ് ചെയ്തത്. ലോൺ ക്ലോസ് ചെയ്തപ്പോൾ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ തിരികെ നൽകുവാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല. ആധാരം ഹെഡ് ഓഫീസിൽ ആണെന്നും 15 ദിവസങ്ങൾക്ക് ശേഷം നൽകാമെന്നും പറഞ്ഞ് മടക്കി അയച്ചു. 15 ദിവസങ്ങൾക്ക് ശേഷം ബാങ്കിനെ സമീപിച്ചപ്പോൾ താമസമുണ്ടെന്ന മറുപടിയാണ് അധികൃതർ നൽകിയത്. ബാങ്കിലെത്തി കർശനമായി രേഖകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ആധാരം ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം നശിച്ചുപോയതായി ബാങ്ക് അധികൃതർ അറിയിച്ചത്. അനിലിന്റെ ഭാര്യ സ്മിതയുടെ പേരിലുള്ള 33.5 സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ് വെള്ളം കയറി നശിച്ച നിലയിൽ ബാങ്ക് അധികൃതർ തിരികെ നൽകിയത്. ഇതോടുകൂടി ആധാരം കൊണ്ട് ഇനി യാതൊരുവിധ ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയിലായി. ഏകദേശം 30 ദിവസത്തിന് മേളിലായപ്പോൾ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഡോക്യുമെൻ്റ് വരാൻ ഇന്ന് രാവിലെ വരാൻ പറഞ്ഞു. ഞാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഡോക്യുമെൻ്റാണ് കൊടുത്തത്. ഞാനിത് ഇങ്ങനെ തെളിയാതെ വന്നിരിക്കുന്ന സാധനം എനിക്ക് തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ തന്ന സാധനമല്ല ഇങ്ങനെ പറഞ്ഞു, ഇത് വെള്ളം കയറിപ്പോയതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുപോക്കോ എന്നാണ് അവർ പറയുന്നത്. ഇത് മറ്റൊരാൾക്കും വരരുത് എന്നാണ് എൻ്റെ. ഇവരെന്നോട് പറഞ്ഞ് പുതിയ ഡോക്യുമെൻറ്റ്സ് എടുക്കണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോകണം, നമ്മുടെ ഇതെല്ലാം കൊടുക്കണം, പക്ഷേ ഒറിജിനലിൻ്റെ വാല്യൂ കിട്ടൂല എന്നാണ് എൻ്റെ ഒരു അറിവ് വെച്ച്. ഇവർ പറഞ്ഞ് 250 രൂപ നിങ്ങൾക്ക് എടുത്താൽ പോരാ, പിന്നെന്തിനാ നിങ്ങൾ ഇതും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാനേജർ എന്ന് പറഞ്ഞ വിഷ്ണുവൊക്കെ ഇറങ്ങിപ്പോയത് ഞങ്ങളുടെ നേരിട്ട്. 2012 മുണ്ടിയരുമ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം നടത്തിയ 35.5 സെന്റ് സ്ഥലത്തിന്റെ ആധാരമാണ് നഷ്ടപ്പെട്ടത്. ബാങ്ക് അധികൃതരോട് പകരം സംവിധാനം ഒരുക്കിത്തരുവാൻ ആവശ്യപ്പെട്ടെങ്കിലും കൈമലർത്തുകയാണ് ഉണ്ടായത്. ലോൺ എടുത്തപ്പോൾ നൽകിയ 4 ചെക്കുകളും തിരികെ നൽകുവാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ലെന്ന് അനിൽ പറയുന്നു. കൂലിപ്പണിക്കാരനായ അനിലും ഭാര്യയും 2 മക്കളും ക്യാൻസർ രോഗിയായ അമ്മയും അടങ്ങുന്നതാണ് കുടുംബം. അമ്മയുടെ ചികിത്സയ്ക്കായി ആധാരം പണയം വെച്ച് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും പണം വായ്പയെടുക്കുവാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആധാരം ഉപയോഗശൂന്യമായതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഉടുമ്പൻചോല തഹസിൽദാർക്കും ഇടുക്കി SP-ക്കുമടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.